ഹായ്, ബിഗ് ബോസ് സീസൺ 7-ൽ മത്സരിക്കുന്ന കണ്ടസ്റ്റൻസിന് എത്രയാണ് പ്രതിഫലം? പല ആൾക്കാർക്കും ആ ഒരു സംശയമുണ്ട്. ഈ സീസൺ 7-ൽ ഓരോ വ്യക്തികൾക്കും എത്രയാണ് പ്രതിഫലം എന്നുള്ളൊരു സംശയം പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ചത് ആരാണ്, ഏറ്റവും കുറവ് വാങ്ങിച്ചത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട്. തീർച്ചയായും നമ്മൾ പറയാൻ പോകുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച താരങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ഏറ്റവും കുറവ് പ്രതിഫലം വാങ്ങിച്ചത് ആരാണ് എന്നുള്ളതുമാണ് പറയാൻ പോകുന്നത്. ബിഗ് ബോസിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും ഒരു അടിസ്ഥാന വേതനമുണ്ട്. അതായത് ഏറ്റവും കുറവ് 5000-നടുത്തുള്ള ഒരു തുകയാണ്. അതായത് എല്ലാവർക്കും ആ ഒരു തുക അവർ കൊടുക്കും. പിന്നെ അവരുടെ മൂല്യമനുസരിച്ച് അത് കൂട്ടിക്കൊടുക്കും എന്നുള്ളതാണ്. ഒരു ദിവസം സാധാരണഗതിയിൽ 20,000 രൂപ സമ്പാദിക്കുന്ന ഒരാൾക്ക് ബിഗ് ബോസിൽ വരികയാണെങ്കിൽ അയാൾക്ക് 25,000 രൂപയോളം അവർ കൊടുക്കും. ഇനി അയാൾക്ക് വേണമെങ്കിൽ വിലപേശാം, എനിക്ക് 50,000 രൂപ വേണമെന്ന് പറയാം. ബിഗ് ബോസ് അത് ഓക്കെ ആണെങ്കിൽ അത് കൊടുക്കും. അതായത് അയാളെ ബിഗ് ബോസിന് ആവശ്യമുണ്ടെങ്കിൽ ബിഗ് ബോസ് ആ തുകയ്ക്ക് സമ്മതിച്ച് അവരെ കൊണ്ടുവരും. അതുപോലെ തന്നെ ബിഗ് ബോസിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ബിഗ് ബോസിൽ വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട്. അവര് സാധാരണ ബിഗ് ബോസ് എന്ത് പ്രതിഫലമാണോ പറയുന്നത് ആ പ്രതിഫലത്തിന് ഓക്കെ ആവും. അതുപോലെ തന്നെ ബിഗ് ബോസ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യും, നിങ്ങൾ തീർച്ചയായും ബിഗ് ബോസിലേക്ക് വരണം എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യും. ആ സമയത്ത് അവർക്ക് വിലപേശം. ഇപ്പോൾ സീസൺ 1-ൽ ശ്വേതാ മേനോൻ ഒരു ദിവസം 1 ലക്ഷം രൂപയാണ് പ്രതിഫലമായി അന്ന് വാങ്ങിച്ചിരിക്കുന്നത്. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. അതുപോലെ ഡോക്ടർ റോബിൻ ബിഗ് ബോസിനോട് ചോദിച്ചതാണ് എനിക്ക് ബിഗ് ബോസിൽ വരണം എന്നുള്ളൊരു കാര്യം. എന്നിട്ടും ബിഗ് ബോസ് റോബിന് 25,000 രൂപയാണ് ഓഫർ ചെയ്തത്. അത് റോബിൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആളൊരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു റെമ്യൂണറേഷൻ ആൾക്ക് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനുള്ള പണി ആളവിടെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. ആ ഷോ തന്നെ കൊണ്ടുപോയത് ഡോക്ടർ റോബിനാണ്. ഈ സീസണിന്റെ അവസ്ഥയെടുത്താൽ തീർച്ചയായും അനുമോൾ, ഷാനവാസ് ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിന് അവിടെ വർക്ക് ചെയ്തത്. അതായത് അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ബിഗ് ബോസ് കൊടുത്തത്. അനുമോളെയും ഷാനവാസിനെയും ബിഗ് ബോസ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ്. ഈ സീസണിലേക്കല്ല, അതിന് മുൻപത്തെ സീസണിലേക്ക് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പോകാൻ പറ്റിയില്ല. ഈ സീസണിലും വിളിച്ചു. അങ്ങനെയാണ് അവർ വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തുകയാണ് അവർക്ക് വാഗ്ദാനം ചെയ്തത്. 60,000 മുതൽ 65,000 വരെയാണ് അവർക്ക് ഒരു ദിവസം ബിഗ് ബോസ് കൊടുക്കാമെന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ ബിഗ് ബോസ് ആഴ്ചയിലാണ് പ്രതിഫലം കൊടുക്കുക. ഈ സീസണിൽ ഓരോ ദിവസവുമാണ് പ്രതിഫലം കൊടുക്കുന്നത്. 50 ദിവസം കഴിയുമ്പോൾ ബിഗ് ബോസിന്റെ പ്രതിഫലത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അനുമോൾ, ഷാനവാസ് ഇവർക്ക് രണ്ടുപേർക്കും 60,000-ന് മുകളിലുള്ള ഒരു തുക ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾക്ക് 60,000 വെച്ച് കണക്ക് കൂട്ടിയാലും ബിഗ് ബോസ് സീസൺ 7-ൽ 100 ദിവസം 2 പേരും നിന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 60 ലക്ഷത്തോളം രൂപ ബിഗ് ബോസിന്റെ പ്രതിഫലമായി അവർക്ക് കിട്ടും. തീർച്ചയായും ഇതിൽ ടാക്സ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അനുമോൾ വിന്നറായതുകൊണ്ട് തന്നെ 50 ലക്ഷം രൂപ, അതിൽ നിന്നും മണി ടാസ്കിലൂടെ കുറച്ച് തുക പോയിട്ടുണ്ട്. 42 ലക്ഷത്തി സംതിങ് എത്രയോ അനുമോൾ കിട്ടുന്നുണ്ട്. അതായത് മൊത്തം 1 കോടിക്ക് മേലെ അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും ടാക്സ് പോകും എന്നുള്ളത് എടുത്തു പറയുന്നു. മൊത്തം കിട്ടുന്ന തുക 1 കോടിക്ക് മുകളിലാണ്. അതായത് 60 ലക്ഷത്തോളം രൂപ അവിടെ നിന്ന പ്രതിഫലവും പിന്നെ വിജയിക്കുള്ള സമ്മാനവും എല്ലാം കൂടി ചേർത്ത് 1 കോടിക്ക് മുകളിലാണ് അനുമോൾക്ക് ലഭിക്കുന്നത്. അതിൽ നിന്നും ടാക്സ് പോവും എന്നുള്ളത് കൂടി എടുത്തു പറയുന്നു. ഷാനവാസിനും 60 ലക്ഷത്തിന് മുകളിൽ പ്രതിഫലമായി കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും ടാക്സ് പോവും എന്നുള്ളതും എടുത്തു പറയുന്നു. ഏറ്റവും കുറവ് പ്രതിഫലത്തിന് വർക്ക് ചെയ്ത ഒരാൾ അനീഷാണ്. അനീഷ് കോമണറായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അനീഷിന് അടിസ്ഥാന വേതനമാണ് എന്നുള്ളതാണ് നമ്മൾക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് 100 ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും കുറവ് പ്രതിഫലം ഈ പറഞ്ഞ അനീഷിനാണ്. അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ നെവിനുമുണ്ട് എന്നുള്ളത് എടുത്തു പറയുന്നു. അക്ബറിനെല്ലാം അത്യാവശ്യം പ്രതിഫലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിച്ച ഒരാൾ അനുമോളാണ്. അനുമോൾക്കും ഷാനവാസിനും ഒരേ പ്രതിഫലം തന്നെയായിരുന്നു. പക്ഷെ അനുമോൾ വിന്നർ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ നിന്നും കുറച്ച് കൂടുതൽ എമൗണ്ട് അനുമോൾക്ക് ലഭിച്ചു. അനുമോളാണ് അപ്പോൾ നമ്പർ 1. 2ാം സ്ഥാനത്ത് ഷാനവാസാണ്. കുറവ് പ്രതിഫലം വാങ്ങിച്ചത് അനീഷാണ്. അതിന് തൊട്ട് മുകളിൽ നെവിനും നിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ടോപ്പ് 5-ൽ എത്താതെ പുറത്തായിട്ടുണ്ട്. അവർക്ക് ബിഗ് ബോസിൽ നിന്നും അനീഷിനേക്കാളും കുറവാണ് പ്രതിഫലം കിട്ടിയത്. പക്ഷെ അവർ അത്രയും ദിവസം നിന്നില്ല. പക്ഷെ അനീഷ് 100 ദിവസം നിന്നു എന്നുള്ളതും എടുത്തു പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.